കുളിക്കുമ്പോൾ നഷ്ടപ്പെട്ട 7.5 പവൻ്റെ സ്വർണ്ണമാല വീണ്ടെടുക്കാൻ ഒരു വലിയ കുളം വറ്റിച്ചിരിക്കുകയാണ് കോഴിക്കോട് വടകരയിൽ. ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ കുളമാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാലയ്ക്കായി നാട്ടുകാരുടെയും അഗ്നിരക്ഷാസേനയുടെയും നേതൃത്വത്തിൽ വറ്റിച്ചത്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ആലുവ സ്വദേശി ശശികുമാറും കുടുംബവും ലോകനാർക്കാവിലെത്തിയത്. കാവിലെ കുളത്തിലെ കുളി കഴിഞ്ഞപ്പോൾ ശശികുമാറിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന 7.5 പവൻ്റെ സ്വർണ്ണമാല കാണാനില്ല. ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന സ്വത്ത്. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ ചിറയിൽ നിന്ന് മാല വീണ്ടെടുക്കുക പ്രയാസമായിരുന്നു. മാല നഷ്ടമായ വിവരം ഉടൻ തന്നെ ശശികുമാർ ദേവസ്വം ബോർഡിനെ അറിയിച്ചു. തുടർന്ന് ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് പരിശ്രമം തുടങ്ങി. 30 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ പ്രാർത്ഥനയും പരിശ്രമവും ഫലം കണ്ടു. ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും ആബാലവൃദ്ധ ജനങ്ങളുടെയും സഹായം ഉദ്യമത്തിനുണ്ടായി. വടകര ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഉടനെ സ്ഥലത്തെത്തുകയും അവർ രാത്രി തന്നെ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉപയോഗിച്ച് ഒരുപാട് തിരച്ചിൽ നടത്തി. കാലത്ത് വീണ്ടും അവർ തിരച്ചിൽ തുടങ്ങുകയും അവർക്ക് ലഭിക്കാതെ വന്നപ്പോൾ ദേവസ്വത്തിൻ്റെ അനുവാദത്തോടു കൂടി വെള്ളം ഒരു മുട്ടുവരെ വറ്റിച്ച് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ അനീഷിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ രംഗത്ത് വരികയും അവർ വെള്ളത്തിലിറങ്ങി ആ 7.5 പവൻ്റെ ചെയിൻ കണ്ടെത്തി അവർ കൈമാറുകയും ചെയ്തു. ശക്തമായ ശേഷിയുള്ള 3 മോട്ടോറുകൾ ഉപയോഗിച്ചാണ് കുളത്തിലെ വെള്ളം വറ്റിച്ചത്. വേനൽക്കാലത്ത് പോലും വറ്റാത്ത ലോകനാർക്കാവിലെ ചിറയിൽ നിന്നും പ്രദേശവാസിയായ പറമ്പത്ത് അനീഷാണ് മാല മുങ്ങിയെടുത്ത് ശശികുമാറിനും കുടുംബത്തിനും ആശ്വാസം നൽകിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.